ഹായ് നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം എന്നൊരു പ്ലാനിലാണ്. നോട്ട്ബുക്കുകൾ പറയുമ്പോൾ കുറച്ചധികം തന്നെ കളക്ഷൻസ് ഉണ്ട്. ഞാനായിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ സെൽഫ് സ്റ്റഡി നോട്ടുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം മാത്സിൻ്റെ നോട്ടുകളാണ്. ഞാനിങ്ങനെ ഈ പേപ്പർ മാർട്ടിൽ നിന്ന് പേപ്പർ മേടിച്ച് ചെറിയ ചെറിയ നോട്ടുകളാക്കി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും, സ്റ്റാപ്ലർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിലാണ് എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സാം സമയത്ത് എവിടെയാണോ കൺഫ്യൂഷൻസ് വരുന്നത് ആ ഒരു പോർഷൻസ് എടുത്ത് പെട്ടെന്ന് നോക്കാനൊക്കെ സാധിക്കുമായിരുന്നു. അപ്പോൾ മാത്സ് ഈ ഒരു രീതിയിൽ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇംഗ്ലീഷിന് പിന്നെ ഫുൾ ക്രെഡിറ്റ് വന്നിട്ട് രഞ്ജിത്ത് സാറിനാണ്. മാത്സിന് ഞാൻ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുക ജെറിൻ സാറിനാണ് കേട്ടോ. കാരണം ജെറിൻ സാറിൻ്റെ ട്രിക് ടേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രഞ്ജിത്ത് സാറ് ഇംഗ്ലീഷിന് ബേസ് എല്ലാം അടിപൊളിയാക്കി സെറ്റാക്കാനും. മുന്നേക്ക് എനിക്ക് ഗ്രാമർ പോർഷനിലൊക്കെ നന്നായിട്ട് മാർക്ക് പോകുമായിരുന്നു. അതെല്ലാം ഒരുവിധം ഒരു 90% ഓക്കെ ആക്കിയത് സാറ് തന്നെയാണ്. പിന്നെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 2021 LDCക്കായിരുന്നു PSC എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ എക്സാമിൻ്റെ കുറച്ച് മുന്നേ എനിക്കൊരു ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട സാഹചര്യം വരികയും എക്സാമിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കോറിൽ വ്യത്യാസം വരിക. എനിക്ക് പിന്നെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു എക്സാമിന് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റേതായ കുറേ മിസ്റ്റേക്കുകൾ കൊണ്ട് എനിക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പം തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എൻട്രി അതുപോലെ അൺഅക്കാഡമി തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ചെറിയ ചെറിയ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതൽ നോട്ട് പ്രിപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പഠനത്തേക്കാൾ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ആ സമയത്തുണ്ടായിരുന്ന മിസ്റ്റേക്കുകളാണ്. കുറച്ച് അധികം സമയം എടുത്തു നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഈ ഒരു ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട് ബുക്സുകൾ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ജോഗ്രഫി ഹിസ്റ്ററി ഇതിൻ്റെയൊക്കെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഷോർട്ട് ഫോമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. പിന്നെയുള്ള ഈ ഒരു ഫയലാണ്. ഈ ഒരു ഫയലിൽ വന്നിട്ട് എൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒപ്പം ഈ OMR ഷീറ്റും പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഒരു ഫയലിനകത്തും ഉള്ളത്. പിന്നെ മെയിനായിട്ട് SCERT നോട്ടുകളായിരുന്നു. SCERT നോട്ട് ഇതുപോലെ തന്നെ ഞാൻ ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ തന്നെ വായിച്ചുണ്ടാക്കിയെടുക്കുന്ന നോട്ടുകളാണ്. ഇപ്പം ഞാനങ്ങനെ നോട്ട് എഴുതി ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഞാൻ ചാപ്റ്റേഴ്സ് വായിച്ച് പോവുകയാണ് ചെയ്യുക. അത്രയും ഡൗട്ട് തോന്നും പ്രോബ്ലംസ് ഒക്കെയാണ് ഞാൻ എഴുതി വയ്ക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ നോട്ടുകളാണ് ഈ കാണുന്നത്. ഇപ്പം ഇനി ഞാൻ വിചാരിക്കുന്നത് ന്യൂ SCERT എനിക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് പഠിക്കണം. അതായത് കുറേ ഭാഗങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഡേ ബൈ ഡേ ആയിട്ട് ഒരു 30 ഡേയ്സിൽ 1 മന്തിനുള്ളിൽ തീർക്കാവുന്ന പോലെ തീർത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും.